ജയ് മോഹൻജി വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 8 യഥാർത്ഥ ഗുരു. ചോദ്യം: എനിക്ക് യോജിക്കുന്ന ഗുരു ആരാണ്? ഉത്തരം: നിങ്ങൾക്ക് കിട്ടുന്ന ഗുരു, നിങ്ങളുടെ മുമ്പിൽ വന്നു ചേർന്ന ഗുരു, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്ത ഗുരു. നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാതിരിക്കുകയും നിങ്ങളുടെ സ്വപ്നത്തിലെ ഗുരുവിനെ അന്വേഷിച്ചു പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ ഗുരുവിനെയും ഈ ഗുരുവിനെയും നഷ്ടപ്പെടും. അർഹതയ്ക്ക് അനുസരിച്ചുള്ള ഗുരുവിനെയോ അധ്യാപകനെയോ നിങ്ങൾക്ക് കിട്ടും. ഒരു 3ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അയാളെ പഠിപ്പിക്കാനായി ഒരു പ്രൊഫസറെ കിട്ടുകയില്ല. ഉയർന്ന ക്ലാസ്സിൽ എത്തുമ്പോൾ ആ സമയത്തുള്ള അയാളുടെ വളർച്ചയ്ക്ക് യോജിച്ച ഗുരുവിനെ അയാൾക്ക് കിട്ടും. ചോദ്യം: ഗുരു ഒരു വഴിയടയാളമോ ഒരു കണ്ണാടിയോ മാത്രമാണെന്ന് അങ്ങ് പറയുകയുണ്ടായി. നമുക്ക് എത്രകാലം ഒരു ഗുരുവിൻ്റെ താങ്ങ് ആവശ്യമായി വരും? ഉത്തരം: നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം മാത്രം. നിങ്ങൾ ഒരു സഞ്ചാരിയോ അന്വേഷകനോ ആയിരിക്കുന്ന കാലത്തോളം മാത്രം. ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴികാട്ടിയുടെ ആവശ്യമില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഉണ്ടായ താമസം നിങ്ങളുടെ മനഃപൂർവമായ വ്യതിചലനങ്ങളായിരുന്നു. പുറത്തുള്ള ഒരാൾക്ക് പുറത്തുള്ള ഒരു മാർഗദർശകനെ വേണം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രധാനമായും ഇന്ദ്രിയങ്ങളിൽ താൽപ്പര്യത്തോടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ സുഖവും മാർഗദർശനവും തേടുന്നത് പുറത്താണ് എങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ള ഒരു ഗുരുവിനെ ആവശ്യമുണ്ട്. ധ്യാനത്തിൽ കൂടിയും ആത്മീയ ആചരണങ്ങളിൽ കൂടിയും സ്വാശ്രയത്വം നേടുന്ന നിമിഷം മുതൽ നിങ്ങളെ നിങ്ങളുടെ ആത്മാവ് തന്നെ നയിക്കും. അത് നിങ്ങളുടെ സ്വന്തം ഗുരുവാണ്. അതുകൊണ്ട് പുറത്തുള്ള ഒരു ഗുരുവിൻ്റെ ആവശ്യം നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതിനെയും നിങ്ങളുടെ ആത്മീയ സ്ഥിതി എന്താണ് എന്നതിനെയും ആശ്രയിച്ചിരിക്കും. ഭ്രാന്തന്മാരായ ഗുരുക്കന്മാർ. ചോദ്യം: ചില യോഗിമാർ ഭ്രാന്തന്മാരെ പോലെ പെരുമാറിയിരുന്നു. ചിലർ നഗ്നരായി നടന്നതും മറ്റുമായി ചരിത്രത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ട്. ആത്മജ്ഞാനം അവരുടെ സമനില തെറ്റിച്ചുവോ? ഉത്തരം: ഇല്ല. ആത്മജ്ഞാനമില്ലായ്മ നമ്മുടെ സമനില തെറ്റിക്കുകയാണ് ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തലങ്ങൾക്ക് അപ്പുറത്തുള്ള മണ്ഡലങ്ങളിലാണ് അവർ സ്ഥിതി ചെയ്തിരുന്നതും സ്ഥിതി ചെയ്യുന്നതും. പരമാർത്ഥവുമായി ഏകീഭവിച്ചപ്പോൾ അവർ അംഗീകൃതമായ പെരുമാറ്റ രീതികളും വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള പല സാമൂഹ്യ ഔപചാരികതകളും ഉപേക്ഷിച്ചു. ആത്മജ്ഞാനം കുറഞ്ഞ നമ്മെപ്പോലുള്ളവർ അത് ഭ്രാന്തായി കണക്കാക്കി. നിങ്ങൾ പറഞ്ഞതുപോലെ ഉചിതമായ വസ്ത്രധാരണത്തിൻ്റെ കുറവ് ഭ്രാന്തിൻ്റെ ലക്ഷണമായി എടുക്കുകയാണെങ്കിൽ ഗാന്ധിജി പോലും ഭ്രാന്തനായി കരുതപ്പെടുകയില്ലേ? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രപിതാവ് മനോനില തെറ്റിയവനായിരുന്നുവെങ്കിൽ സാമാന്യ ജനവും ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരായിരിക്കാം. വാസ്തവത്തിൽ ഭ്രാന്തുള്ളത് ആർക്കാണ്? ആലോചിക്കേണ്ട വിഷയമാണ് അത്. വിമോചനം നിങ്ങളെ വ്യാജ അഭിനയങ്ങളിൽ നിന്നുകൂടി രക്ഷിക്കുന്നു. ഉള്ളത് തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടാകും. യോഗ്യമാർ കുട്ടികളെപ്പോലെയായിരുന്നു. ചെറിയ കുട്ടികൾ നഗ്നതയെക്കുറിച്ച് ചിന്തിക്കുമോ? സരളതയും ശിശുതുല്യമായ നിഷ്കളങ്കതയും ആത്മജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അവർ എപ്പോഴും വർത്തമാനത്തിൽ ജീവിച്ചു. അവർ ഒന്നും കരുതി വച്ചില്ല. അവർ പൂർണ്ണമായ ത്യാഗത്തിൽ തികഞ്ഞ സമാധാനത്തിൽ ജീവിച്ചു. നമ്മെപ്പോലെ ഒരിക്കലും തങ്ങളുടെ സ്വത്തുക്കളുടെ കാവൽക്കാരായി ജീവിച്ചില്ല. അവർ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ലൗകികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിതരായിരുന്നു. ഗുരുക്കന്മാരുടെ ശീലങ്ങൾ. ഒരു പൊതുധാരണയ്ക്കായി ഞാൻ പറയട്ടെ: ഗുരുക്കന്മാർ പഠിപ്പിച്ചതിനെ അനുസരിക്കുക, അവരുടെ ശീലങ്ങളെ അനുകരിക്കരുത്. ഷിർദി സായിബാബ ഹുക്ക വലിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദൻ പുകവലിച്ചിരുന്നു. നിസർഗദത്ത മഹാരാജ് പുകവലിച്ചിരുന്നു. ഷിർദി സായിബാബ മാംസം ഭക്ഷിച്ചിരുന്നു. വേദവ്യാസ മഹർഷി ഉൾപ്പെടെ പല ഋഷിമാരും സന്താന ഉൽപാദനം നിർവഹിച്ചിട്ടുണ്ട്. ഒരു യോഗിക്ക് ലൈംഗിക ബന്ധം അനുവദനീയമാണോ? അതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇവിടെ ആത്മീയ ഔന്നത്യമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കുക. ഉന്നതരായ ഗുരുക്കന്മാർ ഉയർന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യുന്നു. ഇത് ലൈംഗികാസക്തി കൊണ്ടല്ല, നമുക്ക് അറിയാവുന്നതും പരിചിതവുമായ ബന്ധിക്കുവാനും സ്വന്തമാക്കുവാനുമുള്ള സ്വാർത്ഥപരമായ ആഗ്രഹം മൂലവുമല്ല. ആദി ശങ്കരാചാര്യർക്ക് സർവജ്ഞപീഠത്തിൽ ഇരിക്കുവാനുള്ള അർഹത നേടുവാനായി ഒരു സ്ത്രീയെ അനുഭവിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവരെല്ലാം ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. അതിനെ അനുകരിക്കരുത്.
തൻ്റെ അച്ഛൻ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്നത് കണ്ട് ഒരു കുട്ടി അനുകരിക്കുന്നത് പോലെയാണ് അത്. പുകവലിയും മദ്യപാനവും നല്ലതാണെന്നോ ചീത്തയാണെന്നോ അല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. അതിരുകളെല്ലാം കടന്ന് ബോധത്തിൻ്റെ ഉയർന്ന മണ്ഡലങ്ങളിൽ കഴിയുന്ന ഗുരുക്കന്മാരെ അനുകരിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ ആസക്തികളിൽ കുടുങ്ങിപ്പോകും. പിന്നെ നിങ്ങൾ ഒരിക്കലും വികസിക്കുകയില്ല. അവർ അത് ചെയ്യുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്, ഒരു കാർമ്മിക പ്രചോദനം കൊണ്ടല്ല. നിങ്ങൾ അത് ചെയ്യുന്നത് കാർമ്മിക പ്രചോദനം കൊണ്ടാണ്. അതാണ് വ്യത്യാസം. കാർമ്മികമായ തള്ളലിൻ്റെ ശക്തി കുറയ്ക്കുവാനുള്ള അവസരം കയ്യെത്തും ദൂരത്ത് ഉണ്ട്. ഒരു ഗുരുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചാൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമോ? നാശം മാത്രമായിരിക്കും ഫലം. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഗുരുക്കന്മാരെ അനുകരിക്കരുത്. അവരെ ശല്യം ചെയ്യേണ്ട. അവർ പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്ക് എൻ്റെ വാക്കുകളുടെ ശക്തി കുറയ്ക്കുവാൻ കഴിയുകയില്ല. എനിക്ക് നിങ്ങളോട് സത്യം ഉള്ളതുപോലെ പറയേണ്ടതുണ്ട്. നിങ്ങൾക്കത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അത് എന്നെ ഒരു തരത്തിലും ബാധിക്കുകയില്ല എന്ന് അറിയുക. ഞാൻ പ്രതീക്ഷകൾക്ക് അതീതനാണ്. അതേപടി അനുകരിക്കുന്ന ഗുരുക്കന്മാർ. ആർ എന്നൊരാളും ഞാനും തമ്മിൽ ഉണ്ടായ ഒരു ചർച്ചയുടെ ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഉള്ളത് തുറന്നു പറയുന്നവനും തുറന്നു പറയുവാൻ ഒരു ആശങ്കയും ഇല്ലാത്തവനുമാണ്. അത്ഭുതങ്ങളിലോ നിഗൂഢ തത്വശാസ്ത്രങ്ങളിലോ അദ്ദേഹം ആവേശം കൊള്ളാറില്ല. കൃത്രിമത്വം ഇല്ലാത്തവനാണ്. അങ്ങനെ തന്നെ തുടരുവാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹം എപ്പോഴും ഞാനുമായി തൻ്റെ ചിന്തകൾ പങ്കിടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അന്യോന്യം ബഹുമാനം നിലനിർത്തുകയും ചെയ്യുന്നു. ചർച്ച നമ്മുടെ സമൂഹത്തിൽ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന, പകർത്തി ഒട്ടിക്കുന്ന, അതായത് അതേപടി അനുകരിക്കുന്ന തരത്തിലുള്ള ഗുരുക്കന്മാരെക്കുറിച്ചായിരുന്നു. എൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അതിനെപ്പറ്റി പര്യാലോചിക്കുമ്പോൾ പരബ്രഹ്മത്തെ അല്ലാതെ, അല്ലെങ്കിൽ സൗകര്യത്തിനു വേണ്ടി ശിവനെ അല്ലാതെ എന്ന് പറയാം. ആരെയാണോ മൗലികത്വം ഉള്ളവൻ എന്ന് പറയാൻ കഴിയുക? മറ്റെല്ലാവരും അതേപടി അനുകരിക്കുന്ന ഗുരുക്കന്മാരാണ്. അവരെല്ലാം ലഭ്യമായ അറിവിനെ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് യോജിച്ചതാക്കിയെടുത്ത് അന്നത്തെ സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് ആരാണ് ഒരു അനുകരിക്കുന്ന ഗുരു അല്ലാത്തത്? ഇതാണ് ഒരു കാഴ്ചപ്പാട്. ഒരു ഗുരുവിനെയും ആചാര്യനെയും തമ്മിൽ വിവേചിക്കുന്നതിൽ എല്ലായ്പ്പോഴും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നു. ആത്മജ്ഞാനം നേടിയവനാണ് ഒരു ഗുരു. അദ്ദേഹം സ്വയം പര്യാപ്തനാണ്. തൻ്റെ നിയോഗം നിറവേറ്റുവാൻ അദ്ദേഹത്തിന് പുറത്തുനിന്നുള്ള സഹായം ആവശ്യമില്ല. തൻ്റെ ഇച്ഛാശക്തിയും ചൈതന്യവും കൊണ്ട് മാത്രം അദ്ദേഹം ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നു. ആദിശങ്കരൻ, ദത്താത്രേയൻ, ഭോഗനാഥൻ, ബാബാജി, അക്കൽക്കോട്ട് മഹാരാജ്, മാതാ അമൃതാനന്ദമയി, ഷിർദി സായി ബാബ മുതലായവർ ഈ ഇനത്തിൽ പെടുന്നു. ജനങ്ങളെ നിയന്ത്രിക്കുവാനായി അവർ ഭയത്തെ ഉപയോഗിക്കാറില്ല. അവർ സ്നേഹം മാത്രം പകർന്നു കൊടുക്കുന്നു. മറ്റേ ഇനം ആചാര്യനാണ്. നമുക്ക് പലപ്പോഴും ഈ രണ്ട് ഇനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നില്ല. ആചാരങ്ങൾ പാലിക്കുന്നവൻ ആചാര്യനാണ്. അദ്ദേഹത്തിന് ആത്മജ്ഞാനം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ക്ഷേത്ര പൂജാരിയെപ്പോലെ അദ്ദേഹം താൻ പഠിച്ചത് തൻ്റെ ഉപജീവനത്തിനായി ഉപയോഗിക്കുന്നു. അദ്ദേഹത്തോട് ക്ഷമിക്കുക. അദ്ദേഹം തൻ്റെ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പഠിച്ചത് ഉപയോഗിക്കേണ്ടതായ ആവശ്യമുണ്ട്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അവയെ ഇനം തിരിച്ചു വെച്ച് പണം സമ്പാദിക്കുവാനോ ഉപജീവനത്തിനോ വേണ്ടി ഉപയോഗിക്കുന്നു. ആചാര്യന്മാർ തമ്മിൽ മത്സരമുണ്ട്. ശരിയായ ഗുരുക്കന്മാർ പരസ്പരം പൂരിപ്പിക്കുക മാത്രം ചെയ്യുന്നു. വിവരങ്ങൾ ശേഖരിക്കുന്ന ആചാര്യന്മാരുടെ കൈവശം അവരുടേതായി ഒന്നുമില്ല. അവർ മറ്റുള്ളവരുടെ ചിന്തകളെയും വാക്കുകളെയും മാറ്റൊലികൊള്ളുകയും മറ്റുള്ളവരുടെ ചേഷ്ടകളെ അനുകരിക്കുകയും ചെയ്യുന്നു. അവർ എന്നും പഠിപ്പിക്കുവാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ചിലരുടെ അജ്ഞതകളെ നീക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അവരെ ഗുരു എന്ന് വിളിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അവരെയെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പ്രത്യേക വിഷയങ്ങൾക്ക് പ്രത്യേക അധ്യാപകരെ ആവശ്യമുള്ളതുപോലെ നമുക്ക് ഈ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും എല്ലാം ആവശ്യമുണ്ട്. ഒരാചാര്യൻ ഒരു വീട് സന്ദർശിക്കുന്നത് കൊണ്ട് അവിടെ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ആചാര്യൻ്റെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ടാകാം. അദ്ദേഹം സന്ദർശിക്കുന്ന വീട്ടിലല്ല. ലോകത്തിന് എപ്പോഴും ജോലിത്തിരക്കാണ്. അതിന് ബുദ്ധിപരമായ കാര്യങ്ങൾ ഇനിയും കുറേ കൂടി ആവശ്യമില്ല. അതുകൊണ്ടാണ് സുഖം തോന്നിക്കുന്ന വസ്തുക്കൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്നത്. അരി വേവുന്നതുവരെ കാത്തിരിക്കാൻ ആർക്കാണ് സമയവും ക്ഷമയുമുള്ളത്? എല്ലാവരും വേഗത്തിൽ ഭക്ഷണം കിട്ടുന്ന തട്ടുകടയിലേക്ക് പോവുകയാണ്, ശരിയല്ലേ?
വാക്ചാതുര്യം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുവാൻ കഴിവുള്ള ആധുനിക ആചാര്യന്മാർ ധാരാളമുണ്ട്. ലോകത്തിന് അവരെയും ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇവയിൽ ചിലത് ആസ്വദിക്കുന്നവരും ഉണ്ടാകും. ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് നിശ്ചയിക്കുവാൻ വേണ്ടി സമയം കളയുന്നത് എന്തിനാണ്? ഓരോ മനുഷ്യനും തനിക്ക് നല്ലത് എന്താണ് എന്ന് നിശ്ചയിക്കുവാനുള്ള കഴിവുണ്ട്. ആരും ആരേക്കാളും താഴ്ന്നവനല്ല. നാം എന്തിനാണ് വേവലാതിപ്പെടുന്നത്? നാം നമ്മുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരുടെ മേൽ നിർബന്ധമായി അടിച്ചേൽപ്പിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുണ്ടാകുന്നുള്ളൂ. അത് സംഭവിക്കരുത്. ജനങ്ങളെ സ്വതന്ത്രരാക്കാനും സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും അനുവദിക്കുക. അവർക്ക് കടം മേടിച്ചവയല്ലാതെ സ്വന്തമായ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അമിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഗുരുക്കന്മാരുടെ കൈവശം എത്തിച്ചേരുന്ന കണക്കറ്റ ധനത്തെക്കുറിച്ച് കരുതിയിരിക്കുക എന്നത് മാത്രമായിരിക്കും പ്രയോജനപ്രദമായ ഒരേ ഒരു മുന്നറിയിപ്പ്. ഈയിടെ ദുബായിൽ എൻ്റെ ഒരു സുഹൃത്ത് ആത്മജ്ഞാനം ഉറപ്പു നൽകിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. കുണ്ടലിനി ഉത്തേജിച്ച് ഉയരുമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അയാളോട് വാസ്തവത്തിൽ അങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിച്ചു. സംഭവിച്ചത് ഇതാണ്. അയാൾ വളരെ നേരം അതിനായി കാത്തു. ഒടുവിൽ എഴുന്നേറ്റ് വീട്ടിൽ പോയി സുഖമായി കിടന്നു ഉറങ്ങി. ആവേശം പകരുന്ന അവകാശവാദങ്ങൾ. അറിവില്ലാത്തവർ അതിൽ വീണുപോകുന്നു. ഒരിക്കൽ വീണുപോയാൽ അവരുടെ വിഡ്ഢിത്തം സമ്മതിക്കാൻ അവർ തയ്യാറാവുകയില്ല. മറ്റു പലരെയും അതിലേക്ക് വലിച്ചിടുകയും ചെയ്യും. അങ്ങനെ ജീവിതം ഒരു ചങ്ങലയായി പ്രവർത്തിക്കുന്നു. തെറ്റുകൾ അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യുവാൻ അഭിമാനം അനുവദിക്കുകയില്ല. ജനങ്ങൾ അപൂർവമായേ അത് ചെയ്യാറുള്ളൂ. അങ്ങനെ അവർ കൂടുതൽ കൂടുതൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ സമയവും സ്ഥലവും സന്ധിക്കുന്ന ഒരു ബിന്ദു ഉണ്ടായിരിക്കണം. ആർക്കും അതിൻ്റെ വേഗം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയുകയില്ല. നിങ്ങളുടെ കർമ്മങ്ങളെയെല്ലാം ശുചീകരിക്കുകയും നിങ്ങൾക്ക് ആത്മജ്ഞാനം തരികയും ചെയ്യുമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആദ്യമായി അയാൾ ആത്മജ്ഞാനം നേടിയവനാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ, അയാളുടെ സാമ്പത്തികമായ ആവശ്യം നിറവേറ്റുവാനാണോ അയാൾ ഇത് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുക. ചിലർ അംഗീകാരത്തിനും പേരിനും പ്രശസ്തിക്കും ശക്തമായ ആഗ്രഹമുള്ളതുകൊണ്ട് ഇത് ചെയ്യുന്നു. അവർക്ക് ജനസമ്മതി നേടാൻ വലിയ മോഹമുണ്ട്. അങ്ങനെ പല തരക്കാരും ഉണ്ട്. പല ആചാര്യന്മാരും കിട്ടുന്നിടത്തു നിന്നെല്ലാം പൊട്ടും പൊടിയും ശേഖരിക്കുകയും അവയെല്ലാം കൂട്ടിച്ചേർത്ത് പരിപാടികളാക്കുകയും നല്ല വിൽപ്പനയ്ക്ക് സഹായമാകുമാറ് അവയ്ക്ക് ഭ്രമാത്മകമായ പേരുകൾ കൊടുക്കുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട്. അതുകൊണ്ടാണ് സുഖപ്രദമായി തോന്നിക്കുന്ന സ്വാശ്രയ പരിപാടികൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇത്ര വിജയകരമായി നടത്തുവാൻ അവർക്ക് കഴിയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് റേക്കി വ്യാപാരത്തിൽ എന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തു. 2500 അമേരിക്കൻ ഡോളർ ആയിരുന്നു ഫീസ്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായോ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, അവർ ഞങ്ങളോട് പറഞ്ഞതിൽ പകുതി കാര്യങ്ങൾ ഞാൻ മറന്നുപോയി. ഏതാണ്ട് പകുതി എനിക്ക് ഓർമ്മയുണ്ട്. അത് പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഇതാണ് സത്യം. നമുക്ക് വളരെയധികം കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ കഴിയുകയില്ല. ബുഫേ വിരുന്നുകളിൽ പങ്കെടുത്ത് വേണ്ടതിലധികം തിന്ന് നമ്മുടെ സമയവും പണവും നാം നഷ്ടപ്പെടുത്തുന്നു. പിന്നെ പലതും കുത്തിനിറച്ച വയറിൻ്റെ വേദനയെ പരിചരിച്ചുകൊണ്ട് ഉറക്കമില്ലാത്ത രാത്രി കഴിച്ചുകൂട്ടുന്നു. നാം വികാരജീവികളാണ്. പണം കൊടുത്ത് അസാധ്യമായതിനെ നേടാൻ നാം ശ്രമിക്കുന്നു. ജീവിതം അങ്ങനെയല്ല. ജീവിതം നമുക്ക് അർഹതയുള്ളത് മാത്രം തരുന്നു. ഡോക്ടർ നിശ്ചയിച്ച ഇടവേളയനുസരിച്ച് ഗുളിക കഴിക്കുന്നതിന് പകരം രോഗം വേഗം സുഖപ്പെടുമെന്ന് ധരിച്ച് 10 ഗുളികകൾ ഒരേ സമയത്ത് കഴിക്കരുത്. അത്തരം പ്രവൃത്തികൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ആദിശങ്കരാചാര്യരുടെ ഒരു ഉദ്ധരണിയോടെ ഇത് ഞാൻ അവസാനിപ്പിക്കാം. ഇതൊരു പരുക്കൻ പരിഭാഷയാണ്, ക്ഷമിക്കുക. ചിലർ ജടപിടിച്ച തലമുടിയുമായി നടക്കുന്നു. ചിലർ മുണ്ടനം ചെയ്തും ചിലർ തലയ്ക്കു പിന്നിൽ ഒരു കുടുമ വെച്ച് മറ്റെല്ലാം മൊട്ടയടിച്ചും നടക്കുന്നു. ചിലർ കാഷായ വസ്ത്രം ധരിക്കുന്നു. ചിലർ മോടിയായി വസ്ത്രം ധരിക്കുന്നു. ചിലർ നഗ്നരായി നടക്കുന്നു. ഇങ്ങനെ പലവിധ വേഷങ്ങൾ. ഇവയാൽ കബളിപ്പിക്കപ്പെടരുത്. ഇതിനെല്ലാം അടിസ്ഥാന കാരണം അതിജീവനം, നിലനിൽപ്പ്, ഭക്ഷണമാകുന്നു. മറ്റൊന്നുമല്ല. അന്നന്നത്തെ ഭക്ഷണത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ ലോകത്തിൽ സഹിഷ്ണുത അത്യാവശ്യമാണ്. പലപ്പോഴും അതാണ് ഇല്ലാത്തതും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജയ് മോഹൻജി. താങ്ക് യു.